പ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓഡിയോയും വീഡിയോയും ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മുടെ ഈ വെബിനാറിലൂടെ ഈ പരീക്ഷയെ, കേറ്ററ്റ് പരീക്ഷയെ ജനറലായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നും നമ്മുടെ എക്സ്പെർട്ടൈസിലൂടെ വിജയികളെ സൃഷ്ടിച്ച ടീമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും എങ്ങനെ തൊട്ടടുത്ത അറ്റംപ്റ്റിൽ തന്നെ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ടാവും. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ആര്യ ടീച്ചറും അക്ഷര ടീച്ചറും അതോടൊപ്പം ഭാഗ്യ ടീച്ചറുമാണ്. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും ഇതേ മേഖലയിൽ പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്കും മുതൽക്കൂട്ടായിരിക്കും. ഇവരുടെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. പൂർണ്ണമായിട്ടും സെഷനിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. വരുന്ന 1 മണിക്കൂർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ ഏറ്റവും ഒടുവിലത്തെ 5 മിനിറ്റിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കും. അപ്പോൾ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സെഷൻ ലീഡ് ചെയ്യാനായിട്ട്, ആദ്യ ഭാഗം ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അക്ഷര ടീച്ചറിനെ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണോ, വിസിബിൾ ആണോ, കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് എപ്പോഴും പറയുന്ന, എല്ലാ ക്ലാസ്സിലും ആദ്യം തന്നെ പറയുന്നതാണ്, എപ്പോഴും നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്ലാസ് ഓക്കെ ആണ്, കറക്റ്റ് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് പറയാം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ, ഓഡിയോ വീഡിയോ ഒക്കെ വിസിബിൾ ആണോ എന്നുള്ള കാര്യം പറയണം. ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യാം കേട്ടോ, ചാറ്റ് ബോക്സിൽ പറയാം. അപ്പൊ നമുക്ക് ഐപ്ലസിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമുക്ക് നെറ്റ്, സെറ്റ്, കേട്ടിട്ട് ഇങ്ങനെയുള്ള മിക്കവാറുമുള്ള മത്സര പരീക്ഷകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഐപ്ലസിന്റെ ഭാഗത്തു നിന്നുള്ള വിജയികളുടെ എണ്ണം അത് വളരെ കൂടുതൽ തന്നെയായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ തന്നെ അറിയാം, അത്ര ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നതിന്റെ കാര്യം എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്യുന്നവർ, കേട്ടിട്ട് എക്സാം ഫോക്കസ് ചെയ്യുന്നവരും പലർക്കും ഉള്ള ഡൗട്ടാണ്. ആദ്യത്തെ ഡൗട്ട് ഇത് തന്നെയാണ്. LP എക്സാം, UP എക്സാംസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ്, HSC HSST ലയനം വരുവാണെങ്കിൽ കേറ്റഡ് എക്സാമിന്റെ പ്രാധാന്യം എന്തും, അപ്പൊ പഠിക്കണോ വേണ്ടായോ എന്നുള്ള സംശയത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ സംശയിച്ചിരുന്ന് നമ്മളുടെ മുമ്പിലുള്ള അവസരം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ നിരാശപ്പെട്ടിരിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഈ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവുക എന്നുള്ള ഒരു സ്വപ്നത്തോടെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും എന്ത് വേണം, ഇത്തരം യോഗ്യതാ പരീക്ഷകൾ എഴുതി എടുക്കണം. കേട്ടിട്ടെന്ന് പറയുന്ന അത്ര വലിയ സംഭവം ഒന്നും അല്ല. പക്ഷെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കാത്തവർക്കും വളരെ ചെറിയ മാർക്കിനൊക്കെ പലപ്പോഴും എന്താണ്, ഈ ഒരു എക്സാം പാസ്സാവാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ, അവർ വിഷമിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, ആ ഒരു കൃത്യം പ്ലാനിങ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. എല്ലാം കൂടെ വാരി വലിച്ചു പഠിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. സിലബസിൽ തന്നെ എന്താണ്, ഫോക്കസ് കൊടുക്കേണ്ട, സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയാസ് ഉണ്ട്, സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിപ്പം ചിലർ പറയാറുണ്ട്, ഇപ്പൊ സൈക്കോളജി ആണെങ്കിലും ഇത്രയാണെങ്കിലും തലയിൽ നിൽക്കുന്നില്ല, എക്സാം ഹാർഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, ഏത് ചോദ്യം ഏത് ഓപ്ഷനെ പിടികിട്ടാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പലരും പറയാറുണ്ട്. അതൊക്കെ എന്താണ്, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. നമുക്കെന്താണ്, നല്ല അധ്യാപകരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടി തന്നെയാണ് ഇത്തരം യോഗ്യതാ പരീക്ഷകൾ നടത്തുന്നത്. എന്താണ്, ഇത്രയും ചോദ്യങ്ങൾ, അതായത് ഈ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ സിസ്റ്റത്തിന് ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം പരീക്ഷകൾ വെക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കയറി അങ്ങ് അധ്യാപകനും അധ്യാപികയാവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ്, ഏറ്റവും ബെസ്റ്റ് വേണം. ആ ബെസ്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാളിഫയിങ് എക്സാംസ് വെക്കുന്നത്. അപ്പൊ LP UP കാര്യം പറയുമ്പോൾ നിൽക്കട്ടെ. അപ്പൊ അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോ NCA കാറ്റഗറിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം, PSC സൈറ്റിൽ കാണാം, NCA ഒഴിവുകൾ വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. ഇനിയും എന്താണ്, LPSC UPSC എക്സാം ഇനിയും ഒരു 3 കൊല്ലം കഴിയുമ്പോൾ വരാം. 3 കൊല്ലം കഴിയുമ്പോഴല്ലേ വരാൻ പോകണം. അപ്പൊ എപ്പോഴെങ്കിലും പോയി എഴുതിയെടുത്താൽ മതി. അങ്ങനെ ചിന്തിച്ചിരിക്കില്ല. എത്രയും വേഗം എന്ത് ചെയ്യണം, നമുക്കൊരു സ്കൂളിൽ ടെമ്പററി വേക്കൻസിയിൽ പോകണമെങ്കിൽ തന്നെ എന്ത് വേണം, ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് നമ്മൾ പാസ്സായിരിക്കണം. അതില്ല നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്കൂളിലും എന്താണ് അഡ്മിറ്റ് ചെയ്യില്ല. അപ്പം ആ ഒരു കാര്യം. ഇനിയിപ്പോ HSC കാര്യത്തിലുള്ള സംശയം ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ HSC HSST ലയനം വരുമോ, ഇനിയിപ്പോ HSC എക്സാംസ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പൊ എന്താണ്, നമുക്ക്
കൃത്യമായിട്ട് അതിനെന്താണ് ഇങ്ങനെയാണ് ഇന്ന ദിവസം എക്സാം നടക്കും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തൊരു കാര്യമാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സമയമെടുക്കും. എടുത്തോ പിടിച്ചോ എന്ന് പറയുന്ന പോലെ എന്താണ് HSC കൂടെ ഒന്നിച്ച് ലയിപ്പിച്ചിട്ടും എന്താണ് ഈ ഒരു പോസ്റ്റ് അങ്ങ് എടുത്ത് കളയാൻ, കേട്ടിട്ട് എടുത്ത് കളയാൻ അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സമയം അവിടെ എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഇപ്പൊ നിലവില് നമുക്ക് എന്താ ഫിസിക്കൽ സയൻസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിനും എന്താ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ വർഷം 2023 റാങ്ക് ലിസ്റ്റ് വന്നതാണ്. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു പരിധി എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്ത എന്താണ് ഒരു എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ 3 വർഷം കഴിഞ്ഞിട്ട് നടത്തിയാൽ പോരാ. 3 വർഷത്തിന് മുമ്പായിട്ട് എന്ത് വേണം, കൃത്യമായിട്ട് പരീക്ഷ നടക്കണം, ഇന്റർവ്യൂ നടക്കണം, റാങ്ക് ലിസ്റ്റ് വരികയും വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് എക്സാം എങ്ങനെ പോയാലും 2026 ഉറപ്പായിട്ടും എന്താണ് എല്ലാം റെഡി ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2025 കൂടി പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ പരീക്ഷ എഴുതണമെങ്കിൽ എന്ത് വേണം, കേട്ടിട്ട് വേണം. അതില്ലാതെ എന്താണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. പലർക്കും ഡൗട്ട് ഉണ്ട്, PG ഇല്ലാതെ ഇനി മുതൽ HSC എഴുതാൻ പറ്റുമോ? അതിന്റെ കാര്യത്തിലൊക്കെ എന്താണ് നമുക്ക് കൃത്യമായിട്ട് രൂപരേഖകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് യോഗ്യതാ പരീക്ഷകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. പിന്നെ വൈകാതെ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവസരങ്ങൾ തീർന്നു പോയി എന്ന് പറഞ്ഞ ആരും എന്താണ് എക്സാമിന് പ്രിപ്പയർ ആവാതെ ഇരിക്കരുത്. ഓക്കെ, ഇനിയിപ്പം ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പലർക്കും എന്താണ് സംശയം, യോഗ്യതയുടെ കാര്യത്തിലൊക്കെ സംശയം ഉണ്ടായതുകൊണ്ട് വളരെ ബ്രീഫ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കും. പിന്നെ നമ്മുടെ ചാനലിലാണെങ്കിലും കേറ്റിനും പിന്നെ നമുക്ക് LPUP എക്സാം ഉണ്ടായിരുന്നു, LP എക്സാമിനും അതോടൊപ്പം തന്നെ CTET-നും വേണ്ടിയിട്ട് A+ന്റെ എക്സ്ക്ലൂസീവ് ചാനലുണ്ട്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചാനലിൽ വരത്തോളും. ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ചെറിയ ടിപ്സുകളും പിന്നെ എല്ലാ അപ്ഡേറ്റ്സും ചാനലിലുണ്ടാകും. അതുപോലെ നമുക്കിപ്പോൾ ഡെയിലി പോൾസ് ആണെങ്കിൽ പലപ്പോഴും എന്താ ഈ പോളിൽ വന്ന ചോദ്യങ്ങൾ തന്നെ PSC എക്സാമിനും കേറ്റിനും ഒക്കെ എന്താണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം മാത്രമേ എന്തായാലും ആ ചാനലിലൂടെ ഉള്ളൂ. അപ്പൊ ചാനലിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പൊ വിഭാഗം 1 കാറ്റഗറി 1 അറിയാം, LPക്ക് വേണ്ടിയിട്ടാണ്. വിഭാഗം 2 കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ് ആണ്. കാറ്റഗറി 3 ഹൈസ്കൂൾ ആണ്. കാറ്റഗറി 4 എപ്പോഴും സംശയത്തോടു കൂടി ചോദിക്കും, ഭാഷാ അധ്യാപകർ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും, ഇംഗ്ലീഷുകാർക്ക് കാറ്റഗറി 4 എഴുതാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിക്കേ, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഈ ഭാഷകളാണ് നമുക്ക് കാറ്റഗറി 4 വരുന്നത്. അതും UP തലം വരെയുള്ള ഈ പറഞ്ഞ അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷ അധ്യാപകരാകാനുള്ള യോഗ്യതയാണ് കാറ്റഗറി 4. അതോടൊപ്പം തന്നെ എന്താണ് ഈ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുള്ള ആർട്ട്, ക്രാഫ്റ്റ്, സ്പോർട്സ് ഒക്കെ, അപ്പൊ അവർക്കും എന്താണ് കാറ്റഗറി 4 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ യോഗ്യത അനുസരിച്ച് DLED അഥവാ TTC ആണോ B.Ed ആണോ അതനുസരിച്ച് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടത്. എക്സാം വരുന്ന ടൈമിലാകുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ പലർക്കും ഡൗട്ട് വരുന്നതാണ്. അപ്പോഴൊക്കെ എന്താണ് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് തരും. പലരും അബദ്ധം പറ്റിക്കാറുണ്ട്, കാറ്റഗറി 3 ഒക്കെ കയറിയിട്ട് എന്താണ് സബ്ജക്റ്റ് ഒക്കെ മാറ്റി കൊടുത്തും എക്സാം പാസ്സായാൽ പോലും ഒരു ഉപകാരം ഇല്ലാതെ ആയിത്തീരുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അല്ലെ. കാറ്റഗറി 3 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കയറി ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, സബ്ജക്റ്റും അങ്ങനെ മാറ്റിയും തിരിച്ചും ഒക്കെ ചെയ്ത് പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണത് പറഞ്ഞുതരും. പിന്നെ പലർക്കും പിന്നെ സംശയമാണ് ഈ കേറ്റിട്ട് എഴുതുന്നതിൽ നിന്ന് ആർക്കൊക്കെയാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി 1 നിന്നും, അതേപോലെ എന്താണ് കാറ്റഗറി CTET പിന്നെ എന്താണ് രണ്ടാമത്തെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് പാസ്സായിട്ടുള്ളവരെ എന്താണ് നമ്മുടെ കാറ്റഗറി 2 നിന്നും അവിടെ ഒഴിവാക്കുന്നതാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ CTET എന്ന് പറയുമ്പോൾ അറിയാം അതൊരു സെൻട്രൽ ലെവൽ എലിജിബിലിറ്റി ആണ്, ഇന്ത്യ മുഴുവൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു കേറ്റിട്ട് എഴുതുന്നതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷെ ഒന്ന് ഓർക്കണം, ഈ നിയമങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നമ്മൾ മനസ്സിലാക്കുക എന്താണ്, എല്ലാ യോഗ്യതാ പരീക്ഷകളും അത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണം. എന്തെങ്കിലും ഒരു പ്രത്യേക അവസരത്തിൽ ഈ പർട്ടിക്കുലർ എക്സാം എഴുതിയവരെ പരിഗണിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പിന്നെ ഓൾറെഡി ഹയർ ക്വാളിഫിക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നെറ്റ്, സെറ്റ്, PhD, M.Ed ഒക്കെ ഉള്ളവരെ എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട്. കാറ്റഗറി
3 കിട്ടിക്കഴിഞ്ഞാൽ കാറ്റഗറി 2 നിലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെന്താണ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്നും നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കാദർ കമ്മിറ്റിയൊക്കെ വരുന്ന ടൈമിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാറ്റഗറി 1 or 2 ഏതെങ്കിലും കിട്ടുന്നെങ്കിൽ LP എഴുതാം UP എഴുതാം എന്നുള്ള കാര്യം. ഇപ്പൊ ഈ കഴിഞ്ഞ പരീക്ഷയിൽ അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ എന്താണ് മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് എന്താണോ പഠിച്ചത്, TTC DLED അഥവാ BEd എന്താണോ പഠിച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട നേടിയെടുക്കേണ്ട യോഗ്യതകൾ നിങ്ങൾ കൃത്യമായിട്ട് നേടിയെടുക്കുക. ഇപ്പൊ കാറ്റഗറി 1ന്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണ്. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി അതിന്റെ അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള 45% മാർക്ക് വേണം. പിന്നെന്താണ് TTCയുടെ കാര്യമാണ്. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിലാണെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലും ഉണ്ട്. അപ്പൊ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പൊ എന്താണ് കാറ്റഗറി 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നമ്മൾ +2 കഴിഞ്ഞിരിക്കണം. പിന്നെന്താണ് TTC അല്ലെങ്കിൽ DLED പാസ്സായിരിക്കണം. അപ്പൊ അതിന്റെ ഒരു ഘടനയും ഉള്ളടക്കവുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ കേട്ടിട്ട് എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കൃത്യമായിട്ട് അറിയേണ്ട കാര്യം എന്താണ്, ഈ ഒരു പരീക്ഷ നമ്മൾ എഴുതാൻ വന്ന കാറ്റഗറി ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിയിലെ ഘടനയും ഉള്ളടക്കവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കിയേ, നമുക്ക് 3 പാർട്ടാണ് വരുന്നത്. ശിശുവികാസവും ബോധനശാസ്ത്രവും 6 മുതൽ 11 വയസ്സ് വരെ കാറ്റഗറി 1 ആണ്. കാറ്റഗറി 1ൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഏത് പ്രായപരിധിയിലുള്ളവരാണോ അവരുടെ ബോധനശാസ്ത്രവും ശിശുവികാസത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്താണ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്, ഗണിതശാസ്ത്രം 30 ചോദ്യങ്ങൾ 30 മാർക്ക്, പരിസ്ഥിതി പഠനം EVS 30 ചോദ്യം 30 മാർക്ക്. അപ്പൊ നോക്കിക്ക്, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ പാർട്ട് 1 എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വന്നു, നമ്മുടെ സൈക്കോളജിയും പെഡഗോജിയും അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സും EVSും വന്നു കഴിഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു LP സ്കൂളിൽ പഠിപ്പിക്കേണ്ട അധ്യാപകർ എന്താണ് ഈ എല്ലാ വിഷയങ്ങളിലും എന്ത് വേണം, ധാരണ വേണം എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ് നിർബന്ധമായിട്ടും 2 ഭാഷകൾ, ഒന്നാം ഭാഷ മലയാളം, തമിഴ്, കന്നഡ, ഭാഷ 2 ഇംഗ്ലീഷ്, അറബി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാം ഭാഷയും 2ാം ഭാഷയും എന്താണ് ഒരെണ്ണം തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന അബദ്ധങ്ങളാണ്. ഒന്നാം ഭാഷ പ്രത്യേകമായിരിക്കണം, 2ാം ഭാഷയും പ്രത്യേകമായിരിക്കണം. ഭാഷ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെ വരും, നമ്മുടെ കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും, ഗ്രാമർ വരും, പിന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെഡഗോജി വരും. ഇനി നമുക്ക് കാറ്റഗറി 2യിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഡിഗ്രി അല്ലെ ഡിഗ്രിയുടെ ഉള്ള കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഒരു യോഗ്യതയും അതോടൊപ്പം TTCയോടൊപ്പം ഡിഗ്രി എന്നുള്ള രീതിയിലാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ എന്താണ് ഭാവിയിലെ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പൊ നിലവിൽ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്ന അവിടുത്തെ പരീക്ഷയുടെ ഘടനയും ഉള്ളടക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശിശുവികാസവും ബോധനശാസ്ത്രവും നോക്കിക്കും 11 മുതൽ 14 വയസ്സ് വരെ കണ്ടില്ലേ. UPയിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് 11 മുതൽ 14 വയസ്സുള്ള കുട്ടികളെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ ഒരു ശിശുവികാസവും ബോധനശാസ്ത്രവുമാണ്. പിന്നെ ഇവിടെ ഒരു ചോയ്സ് വരുന്നുണ്ട്. പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ തീരുമാനിക്കാം. എന്റെ ഓപ്ഷൻ സയൻസ്, ഗണിതശാസ്ത്രം ഈ ഒരു മേഖലയാണെങ്കിൽ, ഞാൻ പഠിച്ച സബ്ജക്ട് അതാണെങ്കിൽ അത് വേണം ഞാൻ സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ടും. സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടിയിട്ട് സാമൂഹ്യശാസ്ത്രം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഇംഗ്ലീഷോ മലയാളമോ പോലുള്ള ലാംഗ്വേജസ് ഉള്ളവരാണെങ്കിലോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സയൻസ് ആൻഡ് മാത്സ് സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കുക 60 മാർക്കാണ്. 60 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ചില്ലറ കാര്യമല്ല. അപ്പൊ എന്ത് വേണം, പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ കാറ്റഗറി 2 പഠിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ തീരുമാനം എടുക്കുക ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ചെയ്യാറുണ്ട്, പരീക്ഷ ഹാളിൽ എന്നിട്ട് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യും. ഒരു വലിയ മണ്ടത്തരമാണ്. അങ്ങനെ നോക്കി നിന്ന് സെലക്ട് ചെയ്യാനുള്ള സമയമൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പൊ നോക്കിയാൽ മാത്സ് ഒക്കെ ആണെങ്കിൽ അത്രയും കണക്കുകൾ ചെയ്ത് വരേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മൾ പ്രിപ്പയർ ആണ്. നമ്മുടെ മൈൻഡിൽ ഞാൻ ഇന്നതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. മറ്റേ പേപ്പർ നമ്മൾ നോക്കിയേ വേണ്ട. സയൻസ് ആൻഡ് മാത്സ് സെലക്ട് ചെയ്ത ആളെ എക്സാം ഹാളിൽ ഇരുന്ന് സോഷ്യൽ നോക്കിയേ വേണ്ട. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം പോകാൻ. ഇവിടെ നമുക്ക് എന്താണ് 2 ലാംഗ്വേജ് വരുന്നുണ്ട്. ഭാഷ 1 സെലക്ട് ചെയ്യണം, പിന്നെ ഭാഷ 1 അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഭാഷ 2 സെലക്ട് ചെയ്യാം. അപ്പൊ മൊത്തം എന്താണ് നമുക്കറിയാം 150 ചോദ്യങ്ങൾ 150 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി 3യിലേക്കാണ് കടക്കുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് ആര്യ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് കാറ്റഗറി 3യിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം.
അക്ഷർ ടീച്ചർ കാറ്റഗറി 1 and 2 എല്ലാ കാര്യങ്ങളും അത്യാവശ്യമായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മിസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി കാറ്റഗറി 3 പ്രധാനമായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? 45% മാർക്കോട് ഡിഗ്രി പ്ലസ് ബി എഡ്, അതാണ് നമുക്ക് കാറ്റഗറി 3 നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം മാനദണ്ഡം എന്ന് പറയുന്നത്, ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്താണ് പറഞ്ഞത്? അതേപോലെ തന്നെ MSc BEd ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എത്ര ശതമാനം മാർക്ക് വേണം? 50% മാർക്ക് വേണം. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഡിഗ്രി BEd ഉള്ള കുട്ടികളാണെങ്കിൽ 45%, MSc BEd ആണെങ്കിൽ 50% മാർക്കോട് കൂടിയാണ് നമുക്ക് ഈ ഒരു കേറ്ററ്റ് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പിന്നീട് അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബോട്ടണി സുവോളജി സബ്ജക്റ്റുകൾ MSc BEd ലൈഫ് സയൻസ് ചെയ്ത കുട്ടികൾ അവർക്കും എത്രയാണ്? 50% മാർക്കാണ് വേണ്ടുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കേറ്ററ്റ് കാറ്റഗറി 3 നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാറ്റഗറി 1, 2 അറ്റൻഡ് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് 3 പ്രധാനമായിട്ട് എന്താണ് നമുക്ക് എന്താണ് പറയുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് പറയാം. അപ്പൊ അതായത് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 രീതിയിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അതായത് ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അതായത് പാർട്ട് 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനഃശാസ്ത്രം, സൈക്കോളജി, 40 മാർക്കിന് സൈക്കോളജി 40 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ പാർട്ട് 2, അവിടെയാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. കൂടുതലും കൺഫ്യൂഷൻ വരുന്നത് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്ത കുട്ടികൾക്കാണ് ഒരു ഡൗട്ട് വരുന്നത്. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, പാർട്ട് 2 എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷണൽ ആണ്. അതായത് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, അത് തമിഴ് അല്ലെങ്കിൽ കന്നഡ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ തെറ്റിപ്പോകരുത്. 30 മാർക്കിന് ചോദിക്കുന്ന ആ ഒരു പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് അല്ല ഒരിക്കലും. നമ്മൾ ഇപ്പൊ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, അത് നമ്മൾ ഏതിലാണോ കൂടുതൽ നമുക്ക് പ്രയോറിറ്റി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അറിയാവുന്ന ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്യുക. കാരണം കുറെ കുട്ടികൾ നമ്മളോട് പറഞ്ഞിരുന്നു, അവർക്ക് അവരുടെ ലാംഗ്വേജ് ചൂസ് ചെയ്താൽ അവരുടെ സബ്ജക്ട് ചൂസ് ചെയ്തതിനു ശേഷം എന്താണ് സബ്ജക്ട് ചൂസ് ചെയ്ത് ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പാർട്ട് 2 നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്ന ടൈമാണ് ഞാൻ പറയുന്നത്. പാർട്ട് 2 അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇംഗ്ലീഷോ മലയാളം, നമ്മുടെ ഇടയിൽ തമിഴും കന്നഡയും ചൂസ് ചെയ്യുന്ന കുട്ടികളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും പറഞ്ഞത്. അപ്പൊ അത് 30 മാർക്കിനാണ്. അവിടെ എന്ത് വരും? ഒരു കോംപ്രിഹെൻഷൻ പാസേജ് കാണും, ഒരു പോയം കാണും. പിന്നീട് എന്താണ്? പിന്നീട് ക്വസ്റ്റ്യൻസ്, ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പെഡഗോജിയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, പെഡഗോജിയിൽ വരുന്ന ഗ്രാമർ, വൊക്കാബുലറി, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 2 വരുന്നത്. പിന്നീട് വരുന്നത് പാർട്ട് 3. പാർട്ട് 3 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സബ്ജക്ട്, നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്ട് ഏതാണോ അതാണ് പാർട്ട് 3 വരുന്നത്. അപ്പൊ അത് 80 മാർക്കിനാണ് വരുന്നത്. അതിനെ വീണ്ടും നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 50 30. അതായത് 50 മാർക്ക് നമ്മുടെ സബ്ജക്ട് ബേസ്ഡും അതിൽ 30 മാർക്ക് നമ്മൾ BEd പഠിച്ച പെഡഗോജി ടോപ്പിക്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണ് 80 മാർക്സ്. അപ്പൊ ഒന്നുകൂടി പറയാം, സൈക്കോളജി 40 മാർക്കിന് വരും, 40 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് വരുന്ന പാർട്ട് 2 എന്താണ്? 30 മാർക്കിന് ഇംഗ്ലീഷ് ഓർ മലയാളം നമ്മൾ ചൂസ് ചെയ്യുക. പിന്നീട് പാർട്ട് 3 എന്താണ്? നമ്മുടെ മെയിൻ സബ്ജക്ട്, അതിൽ 50 മാർക്ക് സബ്ജക്ട് ബേസ്ഡും 30 മാർക്ക് പെഡഗോജി ആയിട്ടായിരിക്കും വരും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി കേറ്ററ്റ് കാറ്റഗറി 4, അക്ഷര മിസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ കാറ്റഗറി 4 അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രിക്ക് ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളം സബ്ജക്റ്റുകൾ ചൂസ് ചെയ്ത കുട്ടികൾക്ക് പറ്റില്ല. അത് കുറെ പേർക്കുള്ള ഡൗട്ടാണ്. ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളം അതേപോലെ തന്നെ ഇംഗ്ലീഷ് ചൂസ് ചെയ്തവർക്ക് കാറ്റഗറി 4 അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറ്റില്ല. ആർക്കൊക്കെയാണ് പറ്റുന്നത്? അതിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറബിക്, ഹിന്ദു, സാൻസ്ക്രിറ്റ്, ഉറുദു, ഈ 4 സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഈ 4 ലാംഗ്വേജസ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കാറ്റഗറി 4 എക്സാം അറ്റൻഡ് ചെയ്യാം. അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ്, അതായത് എന്താണ് നമ്മുടെ PT ടീച്ചേഴ്സ് വരാം, പിന്നെ സ്വിമ്മിങ്, ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കാറ്റഗറി 4 എന്ന്. ഓക്കെ, ഇനി കാറ്റഗറി 4ന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് സൈക്കോളജിയുടെ മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ് വരുന്നത്. അതായത് ശിശു വികസനം, ബോധനശാസ്ത്രം, അധ്യാപന അഭിരുചി, ഇത് 3 കൂടി 30 മാർക്കാണ്. കാറ്റഗറി 3 നമ്മൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? 40 മാർക്കായിരുന്നു പറഞ്ഞത്. പക്ഷെ കാറ്റഗറി 4 വരുമ്പോഴേക്കും സൈക്കോളജിയുടെ മാർക്ക് 30 കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് വരുന്നത് അവിടെയും ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ. അത് എത്രയാണ്? 40 മാർക്കിനാണ്. അപ്പൊ തിരിഞ്ഞു പോകരുത്. സൈക്കോളജി 30 മാർക്കിന് വേണ്ടി പഠിക്കുക, ലാംഗ്വേജ് ആണെങ്കിൽ 40 മാർക്ക്. പിന്നീട് അവരവരുടെ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ അത് 80 മാർക്കിനായിരിക്കും വരുന്നത്. അങ്ങനെ അവിടെയും ടോട്ടൽ 150 മാർക്സ് ആണ്. ഓക്കെ, ഇനി യോഗ്യത നേടുന്നതിനുള്ള മാർക്ക്,
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് എങ്കിൽ 60% മാർക്കോടെ പാസ്സാക്കണം. അതായത് 90 മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്താണ് പാസ്സാണ്. അപ്പം അതായത് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഈ കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. നമ്മൾ വിചാരിക്കും ഈ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ 90 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു PSC എക്സാം എഴുതുന്ന പോലെ ഒരിക്കലും ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത് അല്ലെ. നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു 90 മാർക്സ് അച്ചീവ് ചെയ്യും അല്ലെ. അപ്പോ ഈ ഒരു 90 മാർക്സിന് വേണ്ടി അപ്പം ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ 90 മാർക്സും, അതേപോലെ തന്നെ OBC, SC, ST, OEC വരുന്ന കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് 82 മാർക്ക് മതി. നോക്കിക്കേ, അവർക്ക് 8 മാർക്കും കൂടി കുറച്ചു മതി ഈ ഒരു എക്സാം പാസ്സാകാനായിട്ട്. പിന്നീട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് 75 മാർക്ക്. ആ ഒരു മാർക്ക് കൂടി ഓർത്തിരിക്കുന്നത്, ഓരോ കാറ്റഗറിയിലുള്ള കുട്ടികൾ നമുക്ക് പാസ്സാകാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യവും കൂടി ഓർത്തിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് എന്ന് പറയുന്നത് അക്ഷരംസ് നേരത്തെ പറഞ്ഞിരുന്നു HSA എക്സാംസിന്റെ കാര്യം. അപ്പോ ഈ HSA എക്സാം ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ആ ഡൗട്ടുകളെല്ലാം ടീച്ചർ ക്ലിയർ ചെയ്തു തന്നു. എങ്കിൽ പോലും ഒന്നുകൂടി പറയുകയാണ്. അപ്പൊ ഈ ഒരു HSA എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്, ഈ കേറ്ററ്റ് കാറ്റഗറി 3 നിർബന്ധമാണ് അല്ലെ. കാറ്റഗറി 3 പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു HSA എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ I+ നിങ്ങൾക്ക് HSA എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, നാച്ചുറൽ സയൻസ്, അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, ഈ 5 സബ്ജക്റ്റുകളിലേക്ക് കേറ്ററ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോസിന്റെ ആ ഒരു എന്താ പറയുക ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ I+ലേക്ക് പോകുക. ഇനി അത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നിപ്പോ സെപ്റ്റംബർ 11 അല്ലെ. അപ്പൊ നമ്മുടെ എക്സാം വരുന്നത് ഏകദേശം ഒരു ഡിസംബർ എൻഡോടെ ആയിരിക്കും അടുത്ത സൈക്കിളിലേക്കുള്ള ഒരു എക്സാം വരുന്നത്. കറക്റ്റ് ഡേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും ഡിസംബർ എൻഡിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു 3.5 മാസത്തോളം നമ്മുടെ മുന്നിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 3.5 മാസം ഒരു 90 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. സ്വയം തയ്യാറാക്കുക. ആ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് എടുത്ത് നോക്കി കറക്റ്റ് ആയിട്ട് പഠിക്കാം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡിസംബറിൽ വരുന്ന ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ നമുക്ക് എപ്പോഴും പറയാം നമ്മൾ മോട്ടിവേഷൻ വേണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ നമ്മളോട് തന്നെ പറയുക, അതായത് എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ പാസ്സാകണം. കുട്ടികൾ ഇപ്പം ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവർ കാണാം, അതല്ലെന്നുണ്ടെങ്കിൽ 1-2 തവണ എന്താണ് ഫെയിൽ ആയിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ കാണാം. അപ്പോ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, ഇനിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കും അല്ലെ. അപ്പോ ഇനിയുള്ള ഒരു 3.5 മാസം നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിക്കാം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു 90 മാർക്സ് സ്കോർ ചെയ്യുക, അത് മാത്രമാണ് എയിം. അതേപോലെ തന്നെ ഈ 90 മാർക്സിന് എന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ പോലും 90 മാർക്സിന് വേണ്ടി ഒരിക്കലും പഠിക്കരുത്. നമ്മൾ ഒരു 90 മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു എബോവ് 95 അല്ലെങ്കിൽ 100 മാർക്സിന് വേണ്ടി പഠിക്കുക. 82 വേണ്ടുന്ന കുട്ടികളാണെങ്കിൽ അവർ 90 മാർക്സിന് വേണ്ടി പഠിക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ആ എയിം ചെയ്യുന്ന മാർക്കിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. കുറെ കുട്ടികൾക്ക് ചിലപ്പോൾ സൈക്കോളജി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുട്ടികൾ കാണാം, അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുട്ടികൾ കാണാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് OMR ഷീറ്റ് ഒക്കെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ OMR ഷീറ്റ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബബിൾ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ കുറെ കൂടെ നിങ്ങൾക്ക് ടൈം കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ കേറ്ററ്റ് കാറ്റഗറി 2 ആണ്. 2-ല് സയൻസ് ആൻഡ് മാത്സ് വരുന്ന കുട്ടികളാണെങ്കിൽ അതിൽ മാത്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മാത്സ് ഒക്കെ ചെയ്ത് നോക്കുന്ന ടൈമിൽ കുറെ ടൈം പോകുന്നു. കൂടുതൽ കുട്ടികളും സൈക്കോളജിയുടെ കേസാണ് പറയുന്നത്. സൈക്കോളജി വായിച്ചു വരുമ്പോൾ കുറെ സമയം പോകുന്നു. പെഡഗോജി ആണെങ്കിലും അങ്ങനെ കുറെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനാണ് പറയുന്നത്. അപ്പൊ ഒരു ടൈം മാനേജ്മെന്റ് കൂടി നിങ്ങൾ ഈ ഒരു എക്സാം ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം മാനേജ്മെന്റും കൂടി ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ നമ്മൾ ഈ ബബിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ OMR ഷീറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യാം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം കൺസ്യൂം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ
അപ്പൊ നമ്മൾ ഏകദേശം എന്താണ് ഒരു എങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. ഒരു കാര്യം വിട്ടുപോയി. ഇപ്പൊ HSCയുടെ കാര്യത്തിൽ ഈ ഒരു ഫിസിക്കൽ സയൻസിന്റെ സ്റ്റുഡൻസ് ഇപ്പോഴും ഡൗട്ടുള്ളതാണ്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നടന്ന എക്സാമിലെ യോഗ്യത PSC നിഷ്കർഷിച്ച യോഗ്യതയിൽ ഉണ്ടായ ഒരു എന്താണ് അതിലൊരു കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് അതിന് പിന്നെന്താണ് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടും പരീക്ഷ നടക്കാതിരിക്കുന്നതും അതിപ്പോഴും ആ ഒരു കേസ് നടക്കുന്നത് കൊണ്ടാണ് നിലവിൽ എന്താ ഒരു എക്സാം വിളിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റും അതിപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതാണ്. മാത്തമാറ്റിക്സ്, സോഷ്യൽ, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ 5 സബ്ജക്റ്റിനുമാണ് നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉള്ളത്. അപ്പൊ അത് എന്താണ് എക്സ്പയർ ആവുന്നതിന് മുമ്പായിട്ട് പരീക്ഷ നടക്കും. ഫിസിക്കൽ സയൻസിന് കേസ് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പരീക്ഷ നടക്കുമെന്നാണ് നമുക്ക് എന്താണ് ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ അറിയാൻ കഴിഞ്ഞ കാര്യം. ഇനി നമ്മൾ ഒരു എക്സാമിന്റെ കാര്യം നമ്മൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പറയുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് എക്സാം ഫോർമാറ്റിൽ ഇവർക്ക് പറ്റുന്ന അബദ്ധമാണ് എന്താ ഇരുന്ന് അങ്ങ് പഠിക്കും. പക്ഷെ എന്താണ് പലപ്പോഴും ഫോർമാറ്റ് കറക്റ്റ് അറിയാതെ ഇപ്പൊ പറഞ്ഞില്ലേ കാറ്റഗറി 3ഉം 4ഉം എടുക്കുമ്പോഴത്തേക്ക് സൈക്കോളജിയുടെ ഒരു ചേഞ്ച് കണ്ടില്ലേ. അപ്പൊ അതുപോലെ തന്നെ കാറ്റഗറി 2ഉം 3ഉം എടുക്കുന്നു. 2ൽ വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ആ കുട്ടികളുടെ 11 മുതൽ 14 വയസ്സുള്ള കുട്ടിയുടെ മനഃശാസ്ത്രത്തിൽ നിന്ന് കൂടുതൽ ചോദ്യം വരും. ഇനി നമ്മുടെ കാറ്റഗറി 3 വരുമ്പോഴത്തേക്കും എന്താണ് 14 മുകളിലോട്ടുള്ള കൗമാര മനഃശാസ്ത്രമാണ്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യാതെ അവിടെ ഇവിടെയും കിടന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. കൃത്യമായിട്ട് ഫോർമാറ്റ് അറിയാം. പെഡഗോജി ഒക്കെ എന്താണ് നമ്മൾ വിചാരിക്കും പെഡഗോജി വളരെ ഈസി ആണല്ലോ, അത് നമുക്കറിയാലോ, അങ്ങ് എഴുതാലോ, ഇത്രയും മാർക്കിനൊക്കെ പെഡഗോജി ചോദിച്ചാൽ ഇതൊക്കെ കിട്ടും. പക്ഷെ ശ്രദ്ധിക്കുക, പെഡഗോജിയുടെ ഉത്തരങ്ങൾ പലപ്പോഴും എന്താണ് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വന്നേക്കാം. ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കണം, കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കണം, പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം. അങ്ങനെയൊക്കെ അനുസരിച്ചുള്ള ഉത്തരങ്ങൾ വരുമ്പോഴത്തേക്കും പലപ്പോഴും എന്താണ് നമ്മൾ ശരിയെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആര്യ ടീച്ചർ പറഞ്ഞു ഇപ്പൊ 90 മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 90 മാർക്ക് കറക്റ്റ് 90 മാർക്ക് നേടും എന്നുള്ള എയിമോട് കൂടി നിൽക്കരുത്. എന്താണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അതിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ബ്രിമ്മിൽ നിൽക്കുന്നവർക്കായിരിക്കും ഏറ്റവും സങ്കടം. അങ്ങനെ ബ്രിമ്മിൽ പോയി നിൽക്കേണ്ട. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ IPLSന്റെ റിസൾട്ട് നോക്കിയാൽ തന്നെ ഇപ്പം ഈ ഒരു കേട്ടിട്ട് എക്സാം കഴിഞ്ഞവരാരും ബ്രിമ്മിൽ നിൽക്കില്ല. എപ്പോഴും എന്താണ് 110 മുകളിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ തന്നെ നമുക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് പിന്നെ കൂളായിട്ട് ഇരിക്കാം. ടെൻഷൻ ആയിരിക്കും. ബ്രിമ്മിൽ നിൽക്കുന്നവർക്ക് അങ്ങ് ടെൻഷനാണ്. ഏതെങ്കിലും ചോദ്യം ക്യാൻസൽ ആവുമോ, ഒരു മാർക്കോട് എക്സ്ട്രാ കിട്ടുമോ, എഴുതിയ ചോദ്യം എന്താണ് തിരുത്തി ആൻസർ കീ വരുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കും. എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള എക്സാം ഫോർമാറ്റ് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ സ്റ്റഡി ഷെഡ്യൂൾ തയ്യാറാക്കാം. ചിലർക്ക് പറ്റുന്നതാണ് ആദ്യവാദ്യമുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യും, അതിങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. എക്സാം ഇങ്ങെടുക്കും. എക്സാം എടുത്ത് കഴിയുമ്പോൾ അവസാനത്തെ ടോപ്പിക്ക് പഠിക്കാൻ സമയമില്ല, അത് വിട്ടുകളയും. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, എല്ലാ ഏരിയയിലും ഒരേപോലെയാണ് വെയിറ്റേജ് ഉള്ളത് അല്ലെ. ഇപ്പൊ അവര് ഇന്ന ഏരിയയിൽ ചോദിക്കുന്നുണ്ട്, അവരെ ചോദിച്ചിരിക്കും. അതിപ്പോ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള സ്റ്റഡി ഷെഡ്യൂൾ വേണം. നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഷെഡ്യൂൾ കൊടുക്കും. അപ്പൊ അത് ഫോളോ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് മുമ്പായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയും. റിവിഷൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ട് പെഡഗോജിയൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ നമുക്ക് എന്താണ് ശൂന്യതയിൽ നിന്ന് പെഡഗോജിയുടെ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റില്ല. ചെയ്ത് നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരണം. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യണം. ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പൊ എന്താണ് ഓൺലൈനായിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽസ് ആണെങ്കിലും ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ മെറ്റീരിയൽസ് എല്ലാം കൂടെ വാരി വലിച്ചിട്ട് പഠിക്കാൻ നിൽക്കാതെ എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഇതിൽ നല്ല മെറ്റീരിയൽസും ചിലപ്പോൾ എന്താണ് ക്വാളിറ്റി അത്രയധികം ഉയരാത്ത മെറ്റീരിയൽസും ഒക്കെ കാണും. അപ്പൊ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് സമയം കളഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, എക്സാം കുളവാക്കാൻ പാടില്ല. ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ നോട്ട്സ് ഓർഗനൈസ് ചെയ്യും. നമ്മുടെ സ്റ്റുഡൻസിനോടാണെങ്കിൽ നിർബന്ധമായിട്ട് പറയാറുണ്ട്, നമുക്ക് PDF നോട്ട്സ് തരുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, സ്വന്തം കൈയക്ഷരത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കാം. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു പുസ്തകത്തിലെയും പ്രിന്റ് ചെയ്ത പേജിലെ കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ മനസ്സിലോട്ട് വരാം. നമ്മുടെ സ്വന്തം കൈപ്പടയിൽ നമ്മൾ എഴുതി വെച്ച ആ ഒരു പുസ്തകത്തിലെ കാര്യങ്ങളായിരിക്കും നമുക്ക് ഓർമ്മ വരും. അപ്പൊ എന്ത് ചെയ്യാം, നോട്ട്സ് ഓർഗനൈസ് ചെയ്യുക. കഴിവതും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രധാന പോയിന്റ്സ് എല്ലാം കൂടെ വാരി വലിച്ചെടുത്ത് നോട്ട് എഴുതാനല്ല, പ്രധാന പോയിന്റ്സ് എന്ത് ചെയ്യാം, എഴുതി വെക്കുക. ആക്റ്റീവ് ലേണിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഓണമൊക്കെ വരുവാണ്, കുറച്ച് ദിവസമൊക്കെ ഒരു ആഘോഷ മൂഡിലോട്ട് പോകും, അല്ലെങ്കിൽ പിന്നെ ഒരു ട്രിപ്പ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ എന്താണ് വരും, എല്ലാം വേണം എന്നും പറഞ്ഞുകൊണ്ട് പഠിത്തത്തിൽ എന്താണ് ഒരു ബ്രേക്ക് ഇട്ട് നിർത്താൻ പാടില്ല. ചില ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കാൻ പറ്റും, ചില ദിവസങ്ങളിൽ എന്താണ് കുറച്ചേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, അത് മതി. പക്ഷെ എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് നമ്മളെ ട്രാക്കിൽ തന്നെ നിൽക്കണം. ട്രാക്ക് വിട്ട് പോയി കഴിഞ്ഞാൽ എന്താ, തിരിച്ചു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മൾട്ടിപ്പിൾ ലേണിംഗ് റിസോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഇല്ല, അതിൽ
ഏറ്റവും എന്ത് ചെയ്യണം, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളവയെ സിലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് നമ്മൾ എടുക്കണം. പിന്നെ റെഗുലർ ബ്രേക്ക് എടുക്കണം. ചിലർ പഠിക്കായിരിക്കും, രാവിലെ നേരം വെളുക്കുമ്പോൾ ഇരിക്കുന്നതാണ്, പാതിരാത്രി ആയാലും എന്താണ് പഠിത്തം നിർത്തില്ല, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ട് എന്താണ് നമ്മുടെ ഹെൽത്തും കൂടെ നശിച്ചു പോകുന്നേ ഉള്ളൂ അല്ലെ. റെഗുലർ ബ്രേക്സ് എടുക്കാം, ഒന്നെന്താണ് മൈൻഡ് റിഫ്രഷ് ആവട്ടെ. അങ്ങനെ നമ്മൾ എന്താണ് ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി പുല്ല് കേട്ടിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് എടുത്തങ്ങ് തൊലഞ്ഞ് കിട്ടട്ടെ, എന്നങ്ങ് കഴിഞ്ഞ് കിട്ടട്ടെ ഭണ്ഡാരം എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി നിൽക്കരുത്. നമ്മൾ എന്താണ് അധ്യാപകരാവേണ്ടവരാണല്ലേ. അപ്പൊ നമ്മുടെ യോഗ്യതാ പരീക്ഷയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ആ യോഗ്യതാ പരീക്ഷ നല്ലൊരു സ്കോറോടി, എനിക്കിപ്പോ എന്താണ് ആ കറക്റ്റ് 90 വന്ന് നിൽക്കാം, നല്ലൊരു സ്കോർ അത്യാവശ്യം പറയുമ്പോൾ തന്നെ ഇതല്ലേ, ഞാൻ കേട്ടിട്ട് എക്സാം ഇത്ര മാർക്ക് എഴുതി പാസ്സായി വന്ന ആളാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു എപ്പോഴും ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, റെഗുലർ ബ്രേക്ക് എടുത്ത് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിർത്തിക്കൊണ്ട് തന്നെ, മനസ്സ് നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. സ്റ്റേ ഹെൽത്തി, ആരോഗ്യപരമായിട്ട് വേണം എപ്പോഴും. എന്താണ് ഈ പറഞ്ഞ ആരോഗ്യം തുളച്ചുകൊണ്ട് എന്താണ് പഠിക്കാനിരിക്കരുത്. നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരുന്നുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എന്താണ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അത് വിട്ടൊരു പരിപാടിയില്ല. OMR ഷീറ്റിന്റെ കാര്യം ഓൾറെഡി ആര്യ ടീച്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ OMR ഷീറ്റിലെ കാര്യം പറഞ്ഞ എന്താണ്, നമ്മൾ വെറുതെ ഇരുന്ന് ഉത്തരം കണ്ടുപിടിക്കുന്ന പോലെയല്ല. എക്സാം ഹാളിൽ പോയിരുന്ന OMR ഷീറ്റിൽ മാർക്ക് ഉണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. കഴിവതും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ടൈം മാനേജ്മെന്റ് വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ കൃത്യം ടൈം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ എക്സാം ഹാളിൽ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ടൈം മാനേജ്മെന്റ് വലിയ പ്രശ്നമാണ്. മാത്തമാറ്റിക്സ് പോലെയൊക്കെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വരുമ്പോൾ പലപ്പോഴും പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തെന്താ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. ചിലർക്ക് പറ്റുന്ന അബദ്ധമാണ് കോംപ്രിഹെൻഷൻ. ഇംഗ്ലീഷിലെ കോംപ്രിഹെൻഷൻ വായിച്ചങ്ങിരിക്കും. സ്ഥിരമായിട്ട് കോംപ്രിഹെൻഷൻ ചെയ്ത് വരാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുഴപ്പമാണ്. അത് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും, ഒരാശയം കിട്ടാനായിട്ട്. അല്ലെങ്കിൽ കിട്ടാത്ത ഒരു വാക്കിന്റെ പുറകെ ഇങ്ങനെ ഇരിക്കും. സമയം മൊത്തം പോയി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ എന്താണ് ബാക്കി ചോദ്യങ്ങൾ എത്ര എണ്ണം ഈ സമയം കൊണ്ട് ചെയ്യാറുണ്ട്. പല എക്സാം ഹാൾസിലും എന്താണ് ഇപ്പോൾ വാച്ച് അലൗഡ് അല്ല. PSCക്ക് വാച്ച് അലൗഡ് അല്ല. കേട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകൾ നോക്കി കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ അലൗഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ചില ഹാളിലൊക്കെ എന്താണ് അവർ അധ്യാപകർ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പറയും വാച്ചസ് അലൗഡ് അല്ല എന്നുള്ളത്. അന്നേരം നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. വാച്ച് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എഴുതി പരിശീലിക്കാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ എന്താണ് സഹായം തേടുക. ആ ഒരു ആശയം അല്ലെ, ആ ഒരു ആശയം നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഇപ്പോൾ സമയത്ത് എന്ത് ചെയ്യുക, സഹായം തേടുക എന്നുള്ള ഒരു പരിപാടി ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്, മോർ നോളജബിൾ അതേഴ്സിന്റെ കയ്യിൽ നിന്ന് സഹായം തേടുക. ആരുടെ ഐഡിയ ആണ്, ആരുമായിട്ട് ബന്ധപ്പെട്ടാ പഠിച്ചു? നിങ്ങളൊക്കെ ഉറങ്ങുകയാണോ സുഹൃത്തുക്കളെ? ആരുടെ ഐഡിയ ആണ്? നമുക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലുണ്ട്. നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ലെവലുണ്ട്. ഇടയ്ക്ക് ഒരു സോണുണ്ട്. വെരി ഗുഡ് ലിയ. എന്താണ് വൈഗോട്സ്കിയുടെ ആശയമാണല്ലേ സ്കഫോൾഡിങ്, കൈത്താങ്. ഇതുപോലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്ത് കാണാപ്പാഠം പഠിച്ചു വെക്കുന്നതും ഈ ഒരു കാര്യം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുന്നതും എപ്പോഴും എന്താണ് വ്യത്യസ്തമാണ്. നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ല. പിന്നെന്താണ് നമ്മുടെ ചാനലിലാണെങ്കിൽ ഇതിന്റെ എല്ലാം ഷോർട്ട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഐഡിയാസ് എല്ലാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഷോർട്ട് വീഡിയോസ് കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ഒന്നും കൂടെ നമ്മൾ പഠിച്ച കാര്യം ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് പറ്റും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട്. എല്ലാം എന്താണ് ഇതുകൊണ്ട് ഷോർട്ടായിട്ട്. ഇപ്പൊ എന്താണ് വലിയ വീഡിയോ 30 മിനിറ്റ് നിന്ന് എന്താണ് വലുതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രിസൈസ് ആയിട്ടാണ് ചാനൽ തരുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം പരീക്ഷ പാസ്സാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്തരം ഒരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. സിലബസിലെല്ലാം കൂടെ നമ്മൾ കടന്നു പോകണം. നമ്മുടെ പെയ്ഡ് ക്ലാസ്സസിലാണെങ്കിലും കൃത്യമായിട്ട് ഓരോ ഏരിയ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ 15% ഓണം ഓഫറായിട്ട് 15% ഫീസ് ഇളവോടുകൂടി തന്നെയാണ്. വളരെ അഫോർഡബിൾ ഫീലാണ് പൊതുവെയും നമുക്കറിയാം I+ന്റെ കോഴ്സുകൾ നമ്മുടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതും. ഇപ്പോൾ എന്താണ് ഓൾറെഡി അഫോർഡബിൾ ഫീ ആണ്. ഇപ്പോൾ എന്താണ് അതിൽ 15% ഓഫറും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എന്താണ് റിവ്യൂ ആൻഡ് റിവൈസ് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ മനുഷ്യനാണ് മറന്നു പോകും. നമുക്ക് എല്ലാ കാര്യം ഇങ്ങനെ എന്താണ് ഓർത്ത് ഫീഡ് ചെയ്ത് വെക്കാൻ നമ്മൾ മിഷ്യൻസ് ഒന്നുമില്ല. റിവ്യൂ ചെയ്യുക, റിവൈസ് ചെയ്യുക. പിന്നെ എന്താണ് പോസിറ്റീവായിട്ട് എനിക്ക് ഇത്തവണ എക്സാം എഴുതി പാസ്സാകാൻ പറ്റും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇരുന്ന് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി ഇരുന്ന് എന്നെ പഠിക്കും. അത് നെഗറ്റീവ് കേട്ടിട്ട് എങ്ങനെ എഴുതിയെടുക്കാനും എന്നെ കൊണ്ടെങ്കിലും പറ്റില്ല അങ്ങനെയുള്ള ഒരു മനസ്സുമായിട്ട് ഇരിക്കരുത്. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ I+ന്റെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക്
നിങ്ങൾക്ക് ഈ ഒരു യോഗ്യതാ പരീക്ഷ കേട്ടിട്ട് യോഗ്യതാ പരീക്ഷയുടെ സിലബസും അതോടൊപ്പം തന്നെ അതേ സിലബസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പം ജനറൽ ഏരിയ, അതായത് നമുക്ക് സൈക്കോളജി വരുന്നുണ്ട്, പിന്നെ എന്താണ് നമ്മളുടെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ പദ്ധതികൾ തെറ്റിക്കോട്ടെ. അധ്യാപകരാണ്, മിണ്ടാതിരിക്കരുത്, റെസ്പോണ്ട് ചെയ്യണം. സ്വയം കേന്ദ്രീകൃത അവസ്ഥ അല്ലെങ്കിൽ ഈഗോസെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? ഈഗോസെൻട്രിസം ഏതാണ്? പ്രാക് മനോവ്യാപാരഘട്ടം, മൂർത്ത മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം. 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ അല്ലെങ്കിൽ ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കേ, ചില സമയത്ത് നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ മലയാളവും ഇംഗ്ലീഷും ചേർന്ന് വരാറുണ്ട്. പിന്നെ ഈ PSCക്ക് തന്നെ ഇപ്പൊ കഴിഞ്ഞ തവണ LP-UP എക്സാംസ് എഴുതിയവർക്ക് അറിയാം, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് എന്താണ് ഇംഗ്ലീഷ് ടേംസ് വരാം, ചില സമയത്ത് എന്താണ് ടേംസ് വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തരം ആശയങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? 2 ടേംസും ഇംഗ്ലീഷും മലയാളവും പഠിച്ചു തന്നെ പോകാം. നമുക്ക് ഇതുപോലെ ആരുടെയൊക്കെ സ്റ്റേജുകളാണ് പഠിക്കാനായിട്ടുള്ളത്? ആരുടെയൊക്കെ സ്റ്റേജ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്? നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിങ്ങളുടെ മെസ്സേജസ് ഒന്നും തന്നെ വരുന്നില്ല. ആരുടെയൊക്കെയാണ് നമുക്ക് ആ സ്റ്റേജസ് പഠിക്കാനായിട്ട് ഉള്ളത്? ആരുടെയൊക്കെയാണ് പറഞ്ഞേ? അയ്യോ, ആരൊക്കെയോ ലെഫ്റ്റ് ആയിപ്പോ. നമുക്ക് പിയാഷയുടെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ പിയാഷെ മാത്രമേ ഉള്ളോ? എറിക് എറിക്സൺ വരുന്നുണ്ട്. പിന്നെ ആരാ? കോൾബർഗ് വരുന്നുണ്ട്. അപ്പൊ പലർക്കും എന്താണ് പല പല സ്റ്റേജ് ഉണ്ട്. ബ്രൂണറും സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും തന്നെ വരുന്നില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് മെസ്സേജസ് വന്നത്. പിയാഷെ, ഫ്രോയിഡ്, വെരി ഗുഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് വരുന്നുണ്ട്, ബ്രൂണർ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ആശയങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ ഇതുപോലെ ഓരോ സ്റ്റേജ് എന്തൊക്കെയാണ്, സ്റ്റേജിന്റെ പ്രത്യേകത. പാവ്ലോവിന് സ്റ്റേജസ് ഇല്ല കേട്ടോ. പാവ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ബിഹേവിയറിസം ആണല്ലേ. ബിഹേവിയറിസിൽ സ്റ്റേജസ് ഒന്നും തന്നെ പറയുന്നില്ല. അവിടെ എന്താണ്? പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണികാനുബന്ധനം നമ്മൾ പഠിച്ചു. അവിടെ നമുക്ക് സ്റ്റേജ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെന്താണ്? ആ ഒരു മണിയൊച്ചയുടെ കാര്യം നമ്മൾ 4 പറയുന്നതേ ഉള്ളൂ. എബ്രഹാം മാസ്ലോയുടെ എന്താണ് നമുക്ക് ഹൈറാർക്കി ഓഫ് നീഡ്സ് പഠിക്കാനായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള പല കാര്യങ്ങൾ എന്താണ് പലരും ഇങ്ങനെ പറയുന്നു. ഈ ഒരു ആശയവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർ അവരുടേതായിട്ടുള്ള പോയിന്റ്സ് പറയുന്നു. അതിനെ നമ്മൾ എന്താ പറയുന്നത്? അങ്ങനെയുള്ളതിനെ എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ് ഈ ഒരു ആശയത്തെ പറയുന്നത്? സമയം കളയുന്നില്ല. എന്താണ്? ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കേട്ടോ. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മടങ്ങിയെത്താം. ഏതാണ് നമ്മുടെ പ്രാക് മനോവ്യാപാരഘട്ടം? പ്രീ ഓപ്പറേഷനാണോ? മൂർത്ത മനോവ്യാപാരഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷനാണോ? ഔപചാരിക മനോവ്യാപാരഘട്ടം ഫോർമലാണോ? ഇന്ദ്രിയജാലഘട്ടം? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്നൊരു വ്യക്തി പറയുന്നുണ്ട്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ കുട്ടിയുടെ ആ ഒരു ഭൗതിക വളർച്ച കുറച്ചും കൂടെ അങ്ങോട്ടങ്ങ് എത്തി, മുകളിൽ എത്തിക്കഴിയും. അപ്പൊ ഈഗോസെൻട്രിസം എന്ന് പറയുമ്പോൾ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചെറിയ കുട്ടി എന്താണ് മിഠായി കിട്ടിയാൽ സന്തോഷമാണ്. അപ്പൊ കുട്ടിക്ക് കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലെ കാര്യം നോക്കി കാണാറും അമ്മയ്ക്കും എന്താണ് മിഠായി കിട്ടുന്നതായിരിക്കും അമ്മയുടെ സന്തോഷം. നിങ്ങൾ പറയാറില്ലേ എല്ലാം എന്റേത്, എല്ലാം മോൻ്റെതാണ്, എല്ലാം മോളുടെ ആണ് കുഞ്ഞുങ്ങൾ പറയാറില്ലേ? അപ്പൊ അവരൊരിക്കലും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലല്ല. അവിടെ ഉത്തരം ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്താണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സമയമില്ല. നമുക്ക് എന്താണ് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതാണ്? വേഗം പറഞ്ഞേ. ക്രിയാഗവേഷണമാണോ? പ്രതിക്രിയാധ്യാപനമാണോ? ലേണർ ഓട്ടോണമി ആണോ? കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി ആണോ? പെട്ടെന്ന് പറഞ്ഞേ. വായനാ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പം ഇവിടെയൊക്കെ എന്താണ്? ഇത് ഓരോ ടേമും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ചും, പിന്നെന്താണ് പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്ങും സ്ഥിരമായിട്ട് പരീക്ഷാ പേപ്പറിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ക്രിയാഗവേഷണം പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ക്ലാസ് റൂമിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു ആശയമാണ് ക്രിയാ ഗവേഷണം. ഇവിടെ ആൻസർ ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്താണ്? പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് നമ്മൾക്ക് എന്താണ് വൈഗോട്സ്കിയുടെ ആശയത്തോടു കൂടി വന്നിട്ടുള്ള ആ ഒരു രൂപീകരിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പൊ ക്രിയാ ഗവേഷണം ശ്രദ്ധിച്ചോണം. കാരണം ഒരു തവണ പരീക്ഷയ്ക്ക് എന്താണ് ഈ 2 ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു അല്ലെ, ആക്ഷൻ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന മേഖലയാണ്. ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ ഈ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ക്ലാസ് റൂമിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും എന്താണ് 0 മാർക്ക് ഗ്രാമറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചാൽ മതിയോ? എക്സാം മലയാളത്തിൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ എക്സാമിന്റെയും ഒരു രീതി അനുസരിച്ച് മാറും. അപ്പം നമുക്ക് എന്താണ് കാറ്റഗറി 2 ഒക്കെ വരുമ്പോഴത്തേക്ക് എന്ത് കാണാൻ കഴിയും? ഇംഗ്ലീഷും മലയാളവും കാണാൻ കഴിയും. എന്താണ് 2 സൈഡിലായിട്ട് കാണും. ഞാൻ ഈ പറഞ്ഞ ചില സമയത്ത് എന്താണ് ടേംസ്, ഇപ്പൊ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയും. ചിലപ്പോൾ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ചില സമയത്തും കോൺക്രീറ്റ് എന്ന് മലയാളത്തിൽ തന്നെ അവർ എഴുതി നിൽക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2 ടേമും പഠിച്ചു പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. ഈ നമ്മളിപ്പോ PSC പരീക്ഷയ്ക്ക് കാണാറുണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ടാണ് പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൃത്യം ടേം അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പൊ ക്രിയാ ഗവേഷണത്തിനെ മറക്കല്ല. ഇപ്പൊ കുട്ടികൾക്ക് എല്ലാം 0 മാർക്ക്, എന്തെങ്കിലും പരിഹരിച്ചാൽ മതിയോ? ഇപ്പം നെഗറ്റീവ് മാർക്ക് ഇല്ലടാ. കേട്ടിട്ട് എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഈ അടുത്ത എക്സാം നമുക്ക് ഏകദേശം ഒരു ഡിസംബറോട് കൂടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വർഷത്തിൽ 2 എക്സാം വേണം എന്നുള്ളതാണ് നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഡിസംബറോടൊക്കെ കൂടി പ്രതീക്ഷിക്കാം. അപ്പൊ ക്രിയാഗവേഷണം പെട്ടെന്ന് പരിഹാരം കണ്ടു, അതിന് വേണ്ടിയിട്ട് ടീച്ചർ ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിന് അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് കാറ്റർ സയൻസ് എടുത്തവർക്ക്, ഒരു സെക്കൻഡ്, മെസ്സേജ് ഞാൻ ഒന്ന് കണ്ടു പക്ഷെ ഇപ്പൊ കാണുന്നില്ല. മാത്സ് നിർബന്ധമാണോ? അതെ, സയൻസ് ആൻഡ് മാത്സ് എന്നാണ് ഒരു ഓപ്ഷൻ. സയൻസ് മാത്സ് 30 വെച്ചിട്ട് 60 മാർക്കും. സോഷ്യൽ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മാത്രം. സോഷ്യൽ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി എല്ലാ സാധനങ്ങളും വരും. 2 ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പ്രതിക്രിയാധ്യാപനമാണ് കേട്ടോ, റെസിപ്രോക്കൽ ടീച്ചിങ്. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ 2 ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് വൈഗോട്സ്കിയുടെ. മറ്റ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. സമയപരിമിതി കൊണ്ടാണ്. അപ്പോൾ ഇനിയുള്ള സെക്ഷൻസിലൊക്കെ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ ചാനലിലാണെങ്കിലും എല്ലാ വീഡിയോസും അവൈലബിൾ ആണ് കേട്ടോ, നോക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞു അല്ലേ, ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിരീക്ഷണവും കേസ് പഠനവും തമ്മിലാണ് തിരിഞ്ഞു പോകുന്നത്. എന്താണ്, ഒരാളുടെ കാര്യം മാത്രമാണെങ്കിൽ കേസ് പഠനമാണ്. ഒരു കൂട്ടം കുട്ടികളെ ആണെങ്കിൽ നമുക്ക് എന്താണ് അവരെ നിരീക്ഷിക്കാവുന്ന കേസുകളൊക്കെ ഉണ്ട്. അത് ചോദ്യത്തിന്റെ രീതി മനസ്സിലാക്കി ഇവിടെ നമുക്ക് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് ആ കുട്ടിയെ വിശദമായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലാം പറഞ്ഞ പോലെ എന്താണ് ശരി ഉത്തരം? കേസ് സ്റ്റഡിയാണ്. അടുത്ത ചോദ്യം, നമുക്ക് ഈ ഒരു ചോദ്യം കൂടെ കൊണ്ട് സൈക്കോളജി നടത്താം. പിന്നെ ഇംഗ്ലീഷ് മലയാളം ചോദ്യങ്ങളുമായിട്ട് അരി ടീച്ചർ വരുന്നുണ്ട്. പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് സാഗി ടീച്ചർ വരുന്നുണ്ട്. അപ്പൊ ആരും ലെഫ്റ്റ് ആയി പോലെ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരിക്കലും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മളിവിടെ പറയില്ല. സമീപസ്ഥമായ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു? എന്ത് ഐഡിയ ആണ്? ഏത് ഐഡിയയെ കുറിച്ചുള്ള ചോദ്യമാണ്? കൃത്യമായിട്ടൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഏത് ഐഡിയ ആണെന്ന് പിടിയിടണം കേട്ടോ. ഏത് ഐഡിയയെ കുറിച്ചുള്ള ചോദ്യം പെട്ടെന്ന് പറഞ്ഞേ. കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം ഒക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ആൻസർ ഒക്കെ പറയുന്നുണ്ട്. ശരി തന്നെ. ഇപ്പൊ എന്താണ് ഞാൻ എന്റെ ചോദ്യം എന്താ, ഗെസ്റ്റാൾട്ട് സൈക്കോളജി ആണല്ലേ. അപ്പൊ ഓരോ സ്കൂൾസ് ഓഫ് സൈക്കോളജിയും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ നിന്നുള്ളതാണ്. സാമ്യതാ നിയമം, സമ്പൂർണ്ണ നിയമം, സാമീപ്യ നിയമം, തുടർച്ചാ നിയമം. സമീപസ്ഥമായവയെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടമായി കാണുന്നു. അപ്പൊ തന്നെ നമുക്ക് എന്താ മനസ്സിലായി? അവിടെ എന്താണ്? സാമീപ്യ നിയമമാണല്ലേ. അപ്പൊ അടുത്തുള്ള ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ കുറച്ച് സിനിമാ ക്ലിപ്പിംഗ്സും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ എന്താണ് തീപ്പൊരി കുട്ടപ്പൻ, പിന്നെ പട്ടണത്തിൽ സുന്ദരൻ, അങ്ങനെ കുറച്ച് കോഡൊക്കെ വെച്ചിട്ട് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ആ വീഡിയോസ് കണ്ടവർക്കറിയാം, നിങ്ങളത് മറക്കൂല. ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. കിട്ടുന്ന കോഡൊക്കെ വെച്ചിട്ടാണ്. കോഡ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്ക് എന്താണ് ചിലപ്പോൾ ആ ഒരു ഫിലിമിലെ ഒരു സീക്വൻസ് ആയിരിക്കും പെട്ടെന്ന് നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ആവാം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്. അതോടുകൂടി എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഇംഗ്ലീഷ് മലയാളം ഏരിയ ആയിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടെ പറയുവാണ്, അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടീം I+ ഉണ്ട്. നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്തവണ എല്ലാവർക്കും ഗെറ്റ് എക്സാമിനേഷൻ എഴുതിയെടുക്കാൻ സാധിക്കട്ടെ. അപ്പൊ നമ്മൾ അരി ടീച്ചറിനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. Hi everyone, welcome back.
സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇംഗ്ലീഷും മലയാളവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് പേയിങ് ഓൾ ദി ലോൺ ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം നമ്മുടെ കേട്ടിട്ട് എക്സാമിൽ കാറ്റഗറി 1, 2, 3, 4 ഈ 4 എന്താണ്, നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നു. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആൻസർ ഒന്ന് പറഞ്ഞേ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് പേയിങ് ഓൾ ദി ലോൺ ഇൻസ്റ്റാൾമെന്റ്സ്. എന്ത് ഒരു ആൻസർ? യെസ്, വെരി ഗുഡ്. ആൻസർ വന്നു കഴിഞ്ഞാൽ ആഡം, വെരി ഗുഡ്. എന്താണ് ആൻസർ വരുന്നത്? ഹാഡ് ഫിനിഷ്ഡ് ആണ് വരുന്നത് അല്ലേ? യെസ്, വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇംഗ്ലീഷ് ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ഹാഡ് ഫിനിഷ്ഡ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ എന്താണ് ഇത്? ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ്? പാസ്റ്റിൽ നടക്കുന്ന 2 ആക്ഷൻസ് നമ്മൾ പറയാനായിട്ട്, അതിൽ ആദ്യം നടന്ന കാര്യം ഏതിൽ പറയും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്ന സംഭവം നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയും. മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് പേയിങ് ഓൾ ദി ലോൺ ഇൻസ്റ്റാൾമെന്റ്സ് എന്നാണ് അല്ലെ? ഓക്കെ. അപ്പൊ എന്താണ്? അപ്പൊ ആദ്യം നടന്ന ലോൺ ഇൻസ്റ്റാൾമെന്റ്സ് ആവശ്യം, അപ്പൊ അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞു. രണ്ടാമത് നടന്നതാണ് എന്നോട് പറഞ്ഞത് അല്ലെ? അപ്പൊ അത് സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which among the following sentence is correctly written? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. ഒന്നുകിൽ ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു സെന്റൻസ് കറക്റ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഓക്കെ വായിക്കാം. ദി കളക്ഷൻ ഓഫ് ബുക്സ് ഇൻ ദി ലൈബ്രറി ഈസ് എക്സ്റ്റെൻസീവ് ആൻഡ് ഡൈവേഴ്സ്. Neither the teacher nor the students was aware of the official circular. Each of the students were asked to reach at the playground well in time. The team of students are practicing hard for the state level competition. അപ്പോൾ 4 യൂസേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് ബുക്സ്. അതെന്താണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഏതാണ് ആൻസർ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നോക്കിക്കേ, ഒന്ന് വേഗം പറയാം, നമുക്ക് ടൈം വളരെ കുറവാണെങ്കിൽ പോലും. ഇപ്പൊ കളക്ഷൻ ഓഫ് ബുക്സ്, അതേപോലെ ടീം ഓഫ് സ്റ്റുഡൻസ്, ഏത് കാറ്റഗറി? കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺസ് നമ്മൾ സിംഗുലർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ ഓപ്ഷൻ ഡിയിൽ വരുന്ന ടീം സ്റ്റുഡൻസ് ആർ എന്ന് പറയില്ല, ടീം ഓഫ് സ്റ്റുഡൻസ് ഈസ് എന്നേ പറയും. അടുത്തത് നൈദർ നോർ യൂസേജ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സെക്കൻഡ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യും. നൈദർ നോർ എന്ന് പറഞ്ഞ യൂസ് ചെയ്യുന്ന സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്? സെക്കൻഡ് സബ്ജക്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്താണ്? സെക്കൻഡ് സബ്ജക്ട് സ്റ്റുഡൻസ് ആണ്. സോ കാര്യങ്ങൾ വരുന്നത് അല്ല, വരുന്നത് വേറെ ആണ്. അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. തേർഡ് വൺ, ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് പറയുന്ന ആ ഒരു മെസ്സേജില് ശേഷം നമ്മൾ വേർബ് യൂസ് ചെയ്യും. ഈച്ച് ഓഫ് ശേഷം വേർബ് എപ്പോഴും സിംഗുലർ ആണ്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് വാസ് ആസ്ക്ഡ് എന്ന് പറയാം. സ്റ്റുഡൻസ് പ്ലൂറൽ ആണെങ്കിൽ പോലും നമ്മൾ സിംഗുലർ വേർബാണ് റൈറ്റ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. Of books in the library is extensive and diverse. അതാണ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. It has been raining heavily since the last 3 weeks. All of the state they say for the year. ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വേഗം ഒന്ന് പറയാമോ? ഏത് ഭാഗത്താണ് ചോദിച്ചിരിക്കുന്നത്? 4 ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക്? ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട്. ഒന്നുകൂടി വായിച്ചു നോക്കിയ കൊടുത്താണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആണ്. സിൻസ് ദി ലാസ്റ്റ് 3 നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. സിൻസ് നമ്മൾ ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ എന്താ പറയുക, 2010 അല്ലെങ്കിൽ സിൻസ് മൺഡേ നമ്മൾ മറ്റൊരു ടൈം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? സിൻസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ 4 months 7 days എന്ന് പറയാം. വോയിസ് ബ്രേക്ക് ആവുന്നു. ക്ലിയർ ആവുന്നുണ്ടാവും? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിൻസ് ദി ലാസ്റ്റ് 3 weeks. അപ്പൊ ഓർത്തിരിക്കുക, സിൻസ് എന്ന് പറഞ്ഞത് പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെ യൂസ് ചെയ്യും, 4 എന്ന് പറഞ്ഞ പീരീഡ് ഓഫ് ടൈമിന്റെ കൂടെ യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The team could have won the cup dash. ഇതെന്താണ്?
കണ്ടീഷണൽ ക്ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഷുവർ ആയിട്ട് ചോദിക്കും. നിങ്ങൾ ഏതൊരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാറ്റാൻ പറ്റാത്ത ഏരിയയാണ് കണ്ടീഷണൽ ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, പിന്നീട് എന്താണ് സ്പെൽ ചെക്ക്, അങ്ങനെയുള്ള കുറച്ച് ഈ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് എഴുതും. ഓക്കെ, ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാമോ? ദ ടീം ഹാവ് വോൺ ദി കപ്പ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആൻസർ. യെസ്, വെരി ഗുഡ് ആണ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ. അതിനെ നമ്മൾ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കും. അപ്പൊ വേഗം ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് കുഡ് ഹാവ് വോൺ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇഫ് ക്ലോസ് എങ്ങനെ വരും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നത് ഓപ്ഷൻ ഡി ആണ്, ഇഫ് ദേ ഹാഡ് പ്ലേഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അല്ലെ? സമയം വളരെ കുറവായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Who teaches you English? This sentence can also be written as. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ ഒരിക്കലും ചേഞ്ച് എന്ന് വരില്ല. അവിടെ എന്താണ് ഒന്ന് റീഅറേഞ്ച് അല്ലെങ്കിൽ സെന്റൻസിന്റെ മീനിങ് ചേഞ്ച് വരാതെ റീഅറേഞ്ച് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്? Who teaches you English എന്നാണ് സെന്റൻസ്. പാസീവോട് ചേഞ്ച് ചെയ്യും. എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ പറയാമോ? ഏതായിരിക്കും വരുന്നത്? നിങ്ങൾ നോക്കിയ പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്താണ്? പാസീവ് വോയിസ് നമ്മൾ ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്. ഡി നിങ്ങൾ നോക്കി ഓപ്ഷൻ ഡി ബൈ ഹൂ ക്ലാസ് ഇംഗ്ലീഷ് ടോട്ട് എന്നാണ്. നമ്മൾ വോയിസിലേക്ക് ചെയ്യുമ്പോൾ കാര്യം നമുക്ക് തന്നിരിക്കുന്ന സോ എന്തായാലും ക്ലാസ് വരില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഹു ഈസ് ഇംഗ്ലീഷ് ടോട്ട് ബൈ യു തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? അവിടെ ഒരു ചേഞ്ചും വരില്ല. നമ്മൾ എന്താണ് ഈസോ പാസോ മാത്രം അവിടെ ആഡ് ചെയ്യും. ഐ ആണെങ്കിൽ ആനും കൂടി ആഡ് ചെയ്യും. അത് മാത്രമേ അവിടെ വ്യത്യാസം വരികയുള്ളൂ. അപ്പൊ ആൻസർ എന്ത് വരും? ഹു ഈസ് ഇംഗ്ലീഷ് ടോട്ട് യു ബൈ അല്ലെങ്കിൽ ടോട്ട് ബൈ യു, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Students themselves observe and note the other students' performance while doing an activity. This is dash. അപ്പൊ പെഡഗോജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞേ. കുട്ടികൾ മറ്റു കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് അവരുടെ പെർഫോമൻസ്, അവരുടെ ആക്ടിവിറ്റി ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് അവരൊരു അസസ്മെന്റ് നടത്തുന്നതിന് എന്ത് പേര് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് അസസ്മെന്റ് ആണോ, പിയർ അസസ്മെന്റ് ആണോ, കണ്ടിന്യൂസ് അസസ്മെന്റ് ആണോ, ടെർമിനൽ അസസ്മെന്റ് ആണോ? യെസ്, വെരി ഗുഡ്. എന്താണ്? പിയർ അസസ്മെന്റ് ആണ് അല്ലെ. നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവർ എന്താണ് പിയർ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാറ്റഗറിയിൽ അല്ലെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ നമുക്ക് പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർ മറ്റുള്ളവരെ അസസ് ചെയ്യുന്നു, അവരുടെ ഫ്രണ്ട്സിനെ അസസ് ചെയ്യുന്നു. അത് നമുക്ക് ഏത് ടൈപ്പ് അസസ്മെന്റ് എന്ന് പറയാം? പിയർ അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന്, ലാംഗ്വേജിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അടുത്ത നമുക്ക് മലയാളത്തിലേക്ക് പോകാം. തൂലിക പടവാളാക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നല്ല പോരാളിയാവുക, കഠിനമായി ശിക്ഷിക്കുക, ഏർപ്പെടുത്തുന്ന സംഗതികൾ ഉത്കൃഷ്ടമാക്കുക, എഴുത്തിലൂടെ പോരടിക്കുക. യെസ്, എന്താണ് തൂലിക പടവാളാക്കുക എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, എഴുത്തിലൂടെ പോരടിക്കുക. അപ്പൊ തൂലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ്? പേന. പേനയുടെ മലയാളമാണ് തൂലിക എന്ന് പറയുന്നത്. അപ്പൊ എഴുത്തിലൂടെ പോരടിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അതാണ് ആ ഒരു ശൈലിയുടെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭാഷാബോധന തന്ത്രത്തിന്റെ ശരിയായ ക്രമം ഏത്? അപ്പൊ അതെല്ലാം സെയിം വേർഡ്സ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒന്ന് പറയാമോ? ഭാഷാബോധന തന്ത്രത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ഏതാണ് ശരിയായ ക്രമം? ഓപ്ഷൻ എ ആൻസർ വന്നിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ആദ്യം എന്താണ്? വർണ്ണങ്ങൾ ചേർന്നിട്ട് അക്ഷരങ്ങളാവുന്നു, അക്ഷരങ്ങൾ പിന്നീട് എന്താണ്? പദങ്ങളായിട്ട് മാറുന്നു, ആ പദങ്ങൾ വാക്യമാകുന്നു, അതിൽ നിന്ന് ആശയത്തിലേക്ക് എത്തിച്ചേരുന്നു അല്ലെ. അപ്പൊ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഭാഷാ ബോധന തന്ത്രത്തിന്റെ ശരിയായ ക്രമം എന്ന് പറയുന്നത് അക്ഷരം, പദം, വാക്യം, ആശയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ചെണ്ട കൊട്ടിക്കുക, തോൽപ്പിക്കുക, വിഡ്ഢിയാക്കുക, കലാകാരനാക്കുക, വിജയം ആഘോഷിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം? യെസ്, വെരി ഗുഡ്. എന്താണ്? വിഡ്ഢിയാക്കുക എന്നാണ്. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ കളിയാക്കുക, അല്ലെങ്കിൽ വിഡ്ഢിയാക്കുക എന്നുള്ള മീനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, മനോരഥം എന്ന പദം വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? മനോരഥം, മനസ്സിന്റെ രഥം, മനസ്സാകുന്ന രഥം, മനസ്സും രഥവും, മനസ്സിലെ രഥം. എങ്ങനെയാണ് നമ്മൾ മനോരഥം എന്ന പദം വിഗ്രഹിച്ചെഴുതുന്നത്? യെസ്, ഓപ്ഷൻ ബി. യെസ്, ഏതാണ്? മനസ്സാകുന്ന രഥം അല്ലെ? മനോരഥം വിഗ്രഹിച്ചെഴുതുമ്പോ എങ്ങനെ വരും? മനസ്സാകുന്ന രഥം എന്ന്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനായിട്ട് ഭാഗ്യാംസ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ മിസ് ജോൺസ്, അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന എക്സാമിന് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സാം എഴുതുക. പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, റിവിഷന്റെ കാര്യം. ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താ പറയുന്നത്, മൺഡേ ടു സാറ്റർഡേ നമ്മൾ പഠിക്കും. അത് ആ സാറ്റർഡേ വരെ പഠിച്ച കാര്യം സൺഡേയിൽ ഉറപ്പായിട്ട് റിവൈസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ആണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വെക്കുന്നവരാണ് അല്ലെ? നമ്മൾ മറന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ റിവിഷന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോ എല്ലാ വീക്കിലും നിങ്ങൾ റിവൈസ് ചെയ്ത് തന്നെ പോകുക. അല്ലെ, എക്സാമിന് അടുത്ത് റിവൈസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ ടൈം മാനേജ് ചെയ്ത് ഈ ഒരു റിവിഷനും കൂടി കൊണ്ടുപോകുക. കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോകാം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാസ്സാകാനായിട്ട് കഴിയും. അപ്പോ അടുത്തൊരു എക്സാമിൽ എല്ലാവരും വിജയിച്ചു എന്ന് അറിയണം. ആ ഒരു സന്തോഷം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഭാഗ്യൻസിനെ ഇൻവൈറ്റ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഓഡിയോ ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇവിടെ നല്ല മഴയുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത്. കേൾക്കുന്നില്ലേ മക്കളെ? ഒരു തംസപ്പ് ഒക്കെ തന്നെ. യെസ്, താങ്ക് യു ലിയ. അപ്പോ കേട്ടറ്റ് എന്ന് പറയുന്ന പരീക്ഷ 3 കാറ്റഗറികളിലായിട്ട് നടക്കുന്ന പരീക്ഷ. ഏതൊരു മത്സര പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് പരീക്ഷ, എന്തിനു വേണ്ടിയാണ് പരീക്ഷ, ഈ പരീക്ഷ നടത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്ത് എന്നുള്ളത്. ഏതൊരു പരീക്ഷയ്ക്കും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഈ 3 കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ആര്യ ടീച്ചറും അക്ഷര ടീച്ചറും ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും അവർ പറഞ്ഞത്. ഏതൊരു മത്സര പരീക്ഷയ്ക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പൊ കാറ്റഗറിനെ സംബന്ധിച്ചിടത്തോളം 3 കാറ്റഗറി ഉണ്ട്. 1 ഉണ്ട്. കാറ്റഗറി 2 സയൻസ്, മാത്സ് ഓർ സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുണ്ട്. കാറ്റഗറി 3 വരികയാണെങ്കിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ I+ലെ കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പൊ തൊട്ട് മുമ്പ് ആര്യ മിസ് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എല്ലാവരും പഠിക്കും, അതായത് സിലബസ് കവർ ചെയ്തിട്ട് എല്ലാവരും പഠിക്കും. എന്നിട്ട് ടീച്ചറെ എനിക്ക് കിട്ടിയില്ല, ജസ്റ്റ് മാർക്കിന് പോയി. പല കുട്ടികളും അപൂർവങ്ങളായിട്ടാണെങ്കിലും അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നറിയോ? നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുകയാണ്, അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്, ABCD എന്നുള്ളത്. ഇതിലെ എയുമല്ല ഡിയുമല്ല ഓപ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ നമ്മളൊരു കൺഫ്യൂഷനിലെത്തും, B ആണോ C ആണോ? രണ്ടും കട്ടയ്ക്ക് നമുക്ക് കൺഫ്യൂഷൻ നിൽക്കും, B ആണോ C ആണോ? ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും കൂട്ടുകാര് ഇതിന്റെ ഉള്ളിലുണ്ട് വെച്ചെങ്കിൽ ഒരു തംസപ്പ് തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പരീക്ഷയുടെ കാലയളവിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. എയും ഡി അല്ലാതെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, പിന്നീട് B ആണോ C ആണോ എന്ന കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അവിടെ പ്രിയങ്ക ഒക്കെ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന്. അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? സ്വാഭാവികമായിട്ടും വരുന്നതാണ്. നമ്മൾ ഒരു കാര്യം ചിലപ്പോൾ നോട്ട് എഴുതി, വീഡിയോ ക്ലാസ് കണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നോട്ട് എഴുതി നമ്മളത് പഠിച്ചാൽ നമ്മളത് അവിടെ വിടും. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റിവിഷൻ ചെയ്യുന്നില്ല. അപ്പോ പഠനത്തോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ് മുൻവർഷ ചോദ്യപേപ്പറുകളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. മക്കളെ, കേട്ടറ്റിനെ സംബന്ധിച്ചാണെങ്കിലും സെറ്റിനെ സംബന്ധിച്ചാണെങ്കിലും മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ച് വരാറുണ്ട്. ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ ചോദ്യപേപ്പറിൽ ഒരു മാച്ചിന് ഫോളോയിങ് ആയിട്ട് ചോദിച്ചതാകാം അടുത്ത ചോദ്യപേപ്പറിലെ ഒറ്റ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോ കൃത്യമായിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ കുഞ്ഞു നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ക്വിക്ക് റിവിഷന് നമ്മളെ ഏറ്റവും സഹായകരമാക്കുന്നത് ഇതായിരിക്കും. ഇനി സൈക്കോളജി എനിക്ക് കിട്ടില്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്യാം. ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഈസി, അതുകൊണ്ട് ഞാനത് നോക്കണ്ട. സബ്ജക്ട് മാത്രം ഞാനത് പഠിച്ചു പോയാൽ മതി.
അത്തരത്തിലുള്ള എന്താ പറയുക വിഡിത്തങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമുക്ക് എന്തിനാണ് സിലബസ് തന്നിരിക്കുന്നത്? എല്ലാത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കൃത്യമായി സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയകളിലൂടെയും കടന്നു പോയാൽ മാത്രം, കൃത്യമായി പഠിച്ച് കൃത്യമായി റിവിഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് കേട്ടറ്റ് നേടാനായിട്ട് കഴിയുക. അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കൊരു സഹായം ആവശ്യമാണ് എങ്കിൽ ടീം I+ നിങ്ങളോടൊപ്പമുണ്ട്. ഇപ്രാവശ്യത്തെ കേട്ടറ്റ് നമുക്ക് ഉറപ്പാക്കാം. കാറ്റഗറി 1, 2, 3 എന്നീ കാര്യങ്ങളിൽ നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. മോക്ക് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന, എന്താണോ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വേണ്ടത് അത് മാത്രം, അതാണ്ട് വാരി വലിച്ചൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് നെറ്റ് ലെവലിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണോ നമുക്ക് പരീക്ഷയ്ക്ക്, നമ്മൾ അളന്ന് വിളമ്പുക എന്ന് പറയും അല്ലെ, എന്താണോ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടത് അത്തരം കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയുന്ന നോട്ട്, അതും കാര്യങ്ങൾ തന്നെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന വീഡിയോ ക്ലാസ്സുകൾ, കൃത്യമായിട്ട് യൂണിറ്റുകളും മൊഡ്യൂളുകളും കഴിയുമ്പോൾ മോക്ക് ക്ലാസ്സുകൾ, മുൻകാല ചോദ്യപേപ്പറുകളുടെ കൃത്യമായിട്ടുള്ള അനാലിസിസ് വീഡിയോസ്, ഫൈനൽ യൂണിറ്റ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, മെഗാ ടെസ്റ്റ് എന്നിവയടക്കം I+ന്റെ കോഴ്സ് സജ്ജമാണ്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ, കൃത്യമായിട്ട് മെന്റർ സപ്പോർട്ട് നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്ത് കോഴ്സ് എടുക്കാവുന്നതാണ്. ഓണം ഓഫറുകളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇനി വരുന്ന കേട്ടറ്റ് പരീക്ഷ വിജയിക്കാൻ കഴിയട്ടെ, ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്നും അഡ്വാൻസ്ഡ് ആയിട്ട് ഓണം ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു ലേണേഴ്സ്.